ിലേക്ക് എത്തിയില്ല. എവിടെ എത്തിയത് കുടു? ഇന്ന് എവിടെ എത്തിയേ കുടു? ഇന്ന് എവിടെ എത്തിയേ? താത്തമ്മേന്റെ വീട്ടിലാ അച്ഛമ്മേന്റെ വീട്ടിലാ? അതോ ഈ ചാട്ടുപായയിൽ വെച്ചിട്ടുണ്ട്. തിന്നണം കേട്ടോ കൊടുവോ? തിന്നേക്കില്ലമ്മേ. കപ്പയും മൺപയറും പപ്പടവും. അത് അടിപൊളി. എന്റെ ഇഡ്ഡലി ഞങ്ങൾ എടുത്തേക്കട്ടെ. കൂട് ചെരുപ്പ് ഊരിയിടണം. ചെരുപ്പ് ഊരിയിട്. ചെരുപ്പ് ഊരിയിടറോ. അമ്മ ഇതെന്താ അമ്മേ? തലക്കറി. മക്കളെ തലക്കറി. എന്ത് തലയമ്മ ഇത്? ആടിന്റെ ഏട്ടത്തലേന്റെ കറി. ഞങ്ങൾ അവിടുത്തെ സ്ഥലം അമ്മ ഇങ്ങോട്ട് മാറ്റിട്ടോ നേരത്തെ ഇരുന്നിട്ട്. കപ്പ ബിരിയാണി അല്ല, ഏട്ടത്തലേന്റെ കറി. പിന്നെ അതിനകത്തുള്ള ഇഡ്ഡലി ഇങ്ങെടുത്താ. ഇഡ്ഡലി ഉണ്ട് ആ പാത്രത്തില്. ഇഡ്ഡലി വേഗം ഊരി വെച്ചിട്ടും കൂടിയില്ല. എന്താ എന്താ വേണ്ടാത്ത? എന്താ വേണ്ടേ? എന്താ ഒന്നും വേണ്ടേ? എന്താ തിന്നിട്ടുണ്ടല്ലോ. മുള്ളുത്തിയ കുടു മുള്ളുത്തി. ഞാൻ അമ്മ മാറ്റിത്തരാം. ഏടെ? ആ ഇഡ്ഡലി അതാ. ഇഡ്ഡലി അതാ നമ്മളെ ഇഡ്ഡലി അതാ. ഇഡ്ഡലി കുടു നോക്കൂ. ഉണക്കമ്മയും തിന്നുന്ന നിങ്ങൾ അടക്കല്ലേ? ചായ വെള്ളം വേണ്ട, വെള്ളം കുടിക്കാൻ നമുക്ക്. വെള്ളം വെറും വെള്ളം മതി. പച്ചവെള്ളം ഞങ്ങൾ പച്ചവെള്ളം കുടിക്കും. അതിനകത്ത് മൊത്തത്തിട്ട് മുക്കല്ലേ കൂട്ടോ. അല്ല നടന്നാണോ ഭക്ഷണം കഴിക്കല്? ഓൾക്ക് ആർക്കൊന്നും വേണ്ടമ്മേ. അങ്ങനെ സ്കൂൾ പൂട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ ഇന്നലെ ഏകദേശം നേരത്തെ കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്തെ വീട്ടിൽ പിന്നെ കാര്യമായിട്ട് ഇന്നലെ വൈകിട്ട് ഒരു പണി എടുക്കാൻ നിന്നില്ലേ, കയറിയില്ല എന്നുള്ളതാണ് സത്യം. താഴത്തെ വീട്ടിൽ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് വൈകിട്ട് പിന്നെ പോയില്ല, നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ നേരത്തെ ചെന്നതുകൊണ്ട് പിന്നെ നാളെ സ്കൂളില്ല, സ്കൂൾ പൂട്ടി എന്നുള്ളൊക്കെ ഒരു സമാധാനത്തിൽ എന്ത് ചെയ്തു, താഴത്തമ്മേൻ്റെ അടുത്ത് അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇഡ്ഡലിയും ദോശയുണ്ട്. പിന്നെ താഴത്തമ്മേൻ്റെ കണ്ടില്ലേ കപ്പയും അപ്പവും കറിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഇന്നലെ അധികം പണികളൊന്നും ചെയ്യാത്തൊരു ദിവസമാണ് ഇന്നലെ കേട്ടോ. ഇന്നലെ വൈകിട്ട് എന്താണെന്നറിയില്ല, ഇവിടുന്ന് അത്ര സുഖമായിട്ട് ഇരുന്നത് കൊണ്ടാണ് തോന്നുന്നു വീട്ടിലെത്തിയപ്പോഴും മടി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആർക്കും ഒന്നും വേണ്ട, എല്ലാവരും ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു. പിന്നെ ചേട്ടായി മാത്രമേ രാത്രി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളേ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് മുകളിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും മേലെഴുകലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ആഘോഷമാക്കിയത് കേട്ടോ. ഇതാ കണ്ടോളി. ഇന്നിവരെ ആരെയും വീട്ടിൽ കിട്ടില്ല. കാണിച്ച സാറ്റ് കളിക്കുന്നുണ്ടോ? ഇന്നിവരെ ആരും കിട്ടില്ല, എല്ലാരും സാറ്റ് കളി. ഞാൻ കളിക്കലുണ്ട് ഇവരെ കൂടെ താഴത്ത്. ഇവിടെ വന്നേരം ആര് കളിക്കുന്നു? ആരൊക്കെ കളിച്ച്? ആരാ എണ്ണാൻ? ആരാ നിങ്ങൾ എണ്ണാൻ? വേഗം അയ്യോ തട്ടി തറച്ച് അതി കൊടു എപ്പോ ഇറങ്ങി പോന്നതാ കൊടു? കുളിയും കഴിഞ്ഞ് എണ്ണുണ്ട്. എണ്ണ അറിയില്ല. ആര് സാജി? കൊടു സാജിച്ച് കൊടു ഓടി വാ കൊടു.
കുടുന് സാറ്റ് വെച്ചു കുടു. അച്ചു വണ്ടീൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. അയ്യോ ഇപ്പൊ നിങ്ങളെ കളിപ്പിക്കോ, എടുത്ത് താഴത്തേക്ക് എറിയൂട്ടോ. ആ അത് തന്നെ അമ്പിളിയമ്മ സാറ്റ്. അച്ഛമ്മേനെ സാറ്റ് കളിക്കാൻ കൂട്ടിയില്ല. അച്ഛമ്മ ചൊറിഞ്ഞു. ആ അതാ ആദിശ് സാറ്റ് വെച്ച്. ആ കുടു അച്ചു അച്ചു എണ്ണ അല്ല അച്ചു അച്ചു എണ്ണ അച്ചു അച്ചു എണ്ണ കുടു എണ്ണ കുടു കുടു എണ്ണ കുടു എണ്ണ കുടു എണ്ണ. മുഴുവനായില്ലേ? 20 വരെ എണ്ണ. 10 കഴിഞ്ഞ അറിയില്ല. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. മതിയടാ കുട്ടി എണ്ണ. സാറ്റ് കുറ്റിച്ചോട്ടില് ഒളിച്ചാലും ഒളിച്ചില്ലേ സാറ്റ് പറയും. കണ്ടുപിടിക്ക് വേഗം. ആദിശമ്മ എവിടെയാ കണ്ടുപിടിക്ക്. എല്ലാരും കൂടി കുട്ടീനെ നിങ്ങൾ അങ്ങനെ വരാൻ പാടുണ്ടോ? നിങ്ങളെ പിടുത്തം കൊടുക്കണ്ടേ? നിങ്ങൾ ആ ഞാൻ എണ്ണ അല്ല ഞാനും ഉണ്ട്. ഞാൻ ഒളിച്ചില്ല, എന്നെ കൂട്ടിയില്ല. ഞാൻ ഒളിക്കട്ടെ, ഞാൻ ഒളിക്കട്ടെ. ആ ഈ ഇത്ര നേരം അടുത്തോ? എന്നെ കാണില്ല ഇട്ടത്ത്. അമ്മ സാറ്റി, അമ്മ ചേച്ചി സാറ്റി. മതി